അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചെറിയൊരു പണിയിലാണ്, വലിയ പണിയല്ല, ചെറിയ പണി, ഒരു ചിന്ന പണികൾ. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ വലിയൊരു കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ അപ്പാപ്പൻ. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കൊള്ളി പുഴുങ്ങിയിട്ട് കഴിക്കാനായിട്ട് ഒരു മോഹം. പിന്നെ ഇന്നലത്തെ മീൻ കറി ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ഉള്ളു. അപ്പം അത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ഇത്. അപ്പം ഈ കൊള്ളി കണ്ടപ്പോൾ കൊള്ളി കഴിക്കാനാണ് ഇഷ്ടം തോന്നിയത്, ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല, കൊള്ളിയുടെ കൂടെ മീൻ കൂട്ടാനായിട്ട് കഴിക്കാനായിട്ട് മോഹം തോന്നി. അപ്പം ഞാനിവിടെ കൊള്ളി നന്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൊലി ചെത്താട്ടെ, ഞാൻ തൊലി ഇങ്ങനെ കളയുക. ഇങ്ങനെ അത്ര ചെറിയ കഷ്ണങ്ങളാക്കണ്ട, അത്ര വലിയ കഷ്ണങ്ങളാക്കണ്ട. എന്നിട്ട് നമുക്കിങ്ങനെ മുറിച്ചിട്ട്, ഇത് ഇതിൻ്റെ കൊള്ളിയുടെ മൂടുഭാഗം കേട്ടാ. അയ്യാ, നല്ല സ്ട്രോങ് ആണ് ഇത്, വെട്ടി തന്നെ കളയണം, നല്ല സ്ട്രോങ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയുക, ഇതിനെ പല പേരിൽ അറിയപ്പെടും. കപ്പ, മരച്ചീനി, കൊള്ളി, പിന്നെന്തിട്ട് പറയേ, അങ്ങനെ പല പേരിൽ അറിയപ്പെടും. അപ്പം ഞാൻ ദേ കൊള്ളി നന്നാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് തന്നെ വേണമെന്നില്ല കേട്ടാ, ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ കളറൊക്കെ ഇരിക്കട്ടെ. കപ്പ പുഴുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ. കയ്യോടെ തന്നെ കൊള്ളി നന്നാക്കിയതൊക്കെ കൂട്ടത്തിൽ കളഞ്ഞില്ലേ, പിന്നെ അത് കുറെ ആകുമ്പോൾ ചെയ്യാനായിട്ട് വിഷമമില്ല. കയ്യോടെ തന്നെ കളയാം. വെടുപ്പാക്കണണ്ട പാല, വെടുപ്പാക്കണം. വീട്ടിലാരും രണ്ട് ഇപ്പൊ എന്നാ തന്നെ അങ്ങനെ വർത്താനം പറയുന്ന ആൾക്കാർ ചിരിക്കും. പാല് കാച്ചട്ടെ. കഴിഞ്ഞ അത്ര പെട്ടെന്ന് കഴിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതയ്ക്ക. ഞാൻ ആ മിണ്ടാടൊക്കെ ഞാൻ ഗൗട്ട് വിസലടി. എനിക്ക് നല്ല അസല് ഇഞ്ചി ചായ വയ്ക്കാനാ, പാൽ ചായ. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കും. വിസലൊക്കെ പോയി കണ്ടാ പറക്കണ കണ്ടാ നമ്മുടെ കൊള്ളിന്ന്. ഇവിടെ കൊള്ളി വെന്തൂട്ടാ, അടിപൊളി. അതിൻ്റെ കഴിക്കാം, ചൂട് പറക്കണു. ആവി കാരണം ക്യാമറയിൽ കാണാനില്ല തന്നെ. മഞ്ഞപ്പൊടി ഇട്ട കാരണമാണ് ആ മഞ്ഞ കളർ, അതിനൊരു സൂപ്പറാണ്. കൂട്ടാനൊക്കെ ആക്കിയിട്ട് ഇതേ വെച്ചേക്കണ കണ്ട. കട്ടൻ ചായ വയ്ക്കാന്നാ വിചാരിച്ചത്. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ പാൽ ചായ ആവട്ടെ. അപ്പൊ ഇഞ്ചൊക്കെ ഇട്ടിട്ട് അടിപൊളി പാൽ ചായയും തലേ ദിവസത്തെ മീൻ കറി, കൊള്ളി പുഴുങ്ങിട്ട് ഒരു പെടക്കണം. കോത്തി വന്ന് തിന്നാന്ന് വെച്ചിട്ട് പിടിക്കുമ്പോ ചൂടും തോറ്റു പറ്റണില്ലടാ. ചൂടാറ്. അടിപൊളി.
നല്ല രസമുണ്ട്. അത് നല്ല ചൂട്, വല്ലാണ്ട് വേവണമെന്ന് എനിക്ക് ഇഷ്ടമില്ല, ആവശ്യത്തിന് വേണ്ട ഇഷ്ടമുള്ള ഈ ഒരു ഭാഗം. വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാലേ ആ പ്ലീ പ്ലീ പ്ലീന്നിരിക്കും. ഇന്ന് എൻ്റെ അപ്പൻ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണിത്. ഇത് എന്തിട്ട് മഞ്ഞ മിച്ചറ് അല്ല, ഇതെന്താ പറയുന്നേ, ഇത് ബിസ്ക്കറ്റ്, എന്തോ ഒരു ബിസ്ക്കറ്റ്, പിന്നെ തേനിലാവ്, പിന്നെ മുറുക്ക്, ടൊമാറ്റോ മുറുക്കാണിത്, പിന്നെ കൊക്കുവട, പിന്നെ മധുരമുള്ള മിച്ചർ, പിന്നെ ഓറഞ്ചും, പിന്നെ മാതള നാരങ്ങയും, പിന്നെ പുളുങ്കുരുണ് ഹൈലൈറ്റ് ഇട്ടത്. അതെൻ്റെ അമ്മ വറുത്തിട്ട് കൊടുത്തു വിട്ടതാണ്. എനിക്ക് ഭയങ്കര ഹൈലൈറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് മാങ്ങ മീൻ കൂട്ടാനിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ഉണ്ടാക്കി ഇഞ്ചമ്പുളി മക്കൾക്ക് അങ്ങനെ അല്ല ചോറ് കൊടുക്കാനായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറ്, ഇതൊക്കെ തന്നിട്ട് എൻ്റെ അപ്പൻ എന്നെ കണ്ട് ടാറ്റ പറഞ്ഞ് പോയി. എന്താ അവിടെ എന്തടി എന്താ അവിടെ ബഹളം? ഓളിയും ബഹളം, ഒരു മുട്ടയിട്ടുണ്ടാവും. അതെന്നാ കഥ? ഇതിനാണൊരു ഓളി, ഒരു മുട്ട ഇട്ടേന് ഇത്ര ഓളി. പൊട്ടിട്ടാ താങ്ക് യു പറഞ്ഞില്ലല്ലേ, താങ്ക് യു പറഞ്ഞില്ലല്ലേ. എന്തായാലും കോഴിക്ക് താങ്ക് യു എൻ്റെ വക.